അതായത് ഒരാൾ എത്തുന്നത് ആയുധമായി എത്തുന്നു, മറ്റ് DYFI പ്രവർത്തനം CIT പ്രവർത്തനം എത്തുന്നത് സംഘർഷം അവസാനിപ്പിക്കാനും പിടിച്ചു മാറ്റാനും ശ്രമിക്കുന്നു. ഇത് രണ്ടുപേരുടെയും വ്യത്യസ്ത രാഷ്ട്രീയമല്ലേ ചൂണ്ടിക്കാട്ടുന്ന ഈ പ്രവർത്തിയിൽ കൂടെ? ജിതിൻ ഈ സംഭവ സ്ഥലത്തെത്തുന്നത് ഈ RSS സംഘം അവിടെ മറ്റൊരു അനന്തു എന്ന് പറയുന്ന പ്രവർത്തകനെ തടഞ്ഞു വെച്ച് മർദ്ദിക്കാൻ ശ്രമിക്കുന്നുവെന്നറിഞ്ഞ് ആ സംഘർഷ സ്ഥലത്തേക്ക് ആ സഖാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഘർഷം ഉണ്ടെന്നറിഞ്ഞ് അവിടുത്തെ RSS പ്രവർത്തകർ, BJPയുടെ പ്രവർത്തകർ വിളിച്ചു വരുത്തിയ ആളാണ് ഈ വിഷ്ണു വരുന്നത് മാരകായുധവുമായിട്ടാണ്. അപ്പോൾ ഇവർ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് വീട്ടിലിരുന്ന വിഷ്ണു പെട്ടെന്ന് തന്നെ വടിവാളും മറ്റ് ആയുധങ്ങളുമായി എത്തി. ഇത് സംഭവ സ്ഥലത്തേക്ക് എത്തി പുറകിൽ മാറി നിന്നതായ ജിതിനെ ഒരു കാരണവുമില്ലാതെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന മറ്റ് BJP നേതാക്കന്മാർ ആക്രോശിക്കുന്ന പറയുന്നത്, ആ ജിതിനെ കണ്ടപ്പോൾ ജിതിനെ കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ രണ്ടുപേർ പിടിച്ചു നിർത്തി മൃഗീയമായി കൊലപ്പെടുത്തുകയായിരുന്നു. നമ്മൾ ആ മുറിവിൻ്റെയൊക്കെ സ്ഥിതി മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു ട്രെയിൻഡായിട്ടുള്ള കൊലയാളികൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതേ നിലയിലാണ് ഈ ജിതിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഈ വിഷ്ണുവും ഈ ക്രിമിനൽ സംഘവും തയ്യാറായിട്ടുള്ളത്. അത് നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയിലനുസരിച്ച് കൊലപാതകം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇവർ വന്ന് ചെയ്തിട്ടുള്ളത് വ്യക്തമാണ്. വെറുതെ വിഷ്ണുവിനുണ്ടായ ഒരു വൈകാരിക പ്രകടനമല്ലിത്. ഇത് BJPയുടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. BJPയുടെ ഉന്നത നേതാക്കന്മാർ പെരുന്നാട്ടിൽ സംഘർഷം വരുത്തി കൊലപാതകം നടത്തി സൃഷ്ടിക്കണമെന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഈ ജിതിനെ അരുങ്കൊല ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഉന്നത നേതാക്കന്മാരുടെ പങ്കുകൂടി ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരണം. BJPയുടെ ഉന്നത നേതാക്കന്മാരുടെ അറിവോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനലായിട്ടുള്ള ആളുകളാണ് ഉപയോഗിക്കുന്നത്. ഈ വിഷ്ണു ഇവർ പണം കൊടുത്ത് മറ്റ് പല ക്രിമിനൽ കേസുകൾക്കകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനൽ കൂടിയാണ്. RSSൻ്റെ ഈ പ്രദേശത്തെ ഒരു ക്രിമിനൽ കൂടിയാണ് വിഷ്ണു. അതുകൊണ്ട് അത് കൃത്യമായി പരിശോധിക്കപ്പെടണമെന്നുള്ളതാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്.